Hi, welcome to Lash Class. BA ഇംഗ്ലീഷ് സെക്കൻഡ് സെമിസ്റ്റർ റീഡിംഗ് ഫിക്ഷനിലെ ഡ്രാക്കുള എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ വിഷ്വൽ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് സിഗ്നിഫിക്കൻറ്റ് വിഷ്വൽ എലിമെൻറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഹാമേഴ്സ് ഡ്രാക്കുള became iconic representations of the vampire in popular culture? ഹാമർ പ്രൊഡക്ഷൻസിൻ്റെ ഡ്രാക്കുള എന്ന ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഏതെല്ലാം വിഷ്വൽ എലിമെൻറ്റ്സ് ആണ് പിന്നീട് ഐക്കോണിക് ആയി മാറിയത് എന്നാണ് ചോദിക്കുന്നത്. ഹാമേഴ്സ് ഡ്രാക്കുള ഇൻട്രൊഡ്യൂസ് ഐക്കോണിക് വിഷ്വൽ എലിമെൻറ്റ്സ് സച്ച് ആസ് പ്രൊനൗൺസ്ഡ് ഫാങ്സ്, റെഡ് കോണ്ടാക്ട് ലെൻസസ് ആൻഡ് വിവിഡ് ബ്ലഡ് എഫക്ട്സ്. ഹാമർ പ്രൊഡക്ഷൻസിൻ്റെ ഡ്രാക്കുള എന്ന ഈ സിനിമയിലാണ് പ്രൊനൗൺസ്ഡ് ഫാങ്സ് എന്ന് പറയുന്നത് ഡ്രാക്കുളയുടെ നീണ്ടു നിൽക്കുന്ന പല്ലുകളാണ്. അത്തരത്തിലുള്ളൊരു ഇമേജ് അവതരിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ റെഡ് കോണ്ടാക്ട് ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് ഡ്രാക്കുളയുടെ കണ്ണുകൾ ചുവന്ന കണ്ണുകളായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ വിവിധ ബ്ലഡ് എഫക്ട്സുകൾ എന്നിവ ഈ ഒരു സിനിമയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദീസ് മോട്ടീവ്സ് റീഡിഫൈൻ ദ വാമ്പയർ ആർക്കിടൈപ്പ് ആൻഡ് ബിക്കെയിം എൻഡ്യൂറിംഗ് സിംബൽസ് ഇൻ പോപ്പുലർ കൾച്ചർ. അപ്പോൾ ഇന്ന് നമുക്ക് പോപ്പുലർ കൾച്ചറിനകത്ത് വാമ്പയർ എന്ന് പറയുമ്പോൾ ഈ ചുവന്ന കണ്ണുകളും അതുപോലെ നീണ്ട പല്ലുകളും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഐക്കോണിക് എലിമെന്റ്സ് എല്ലാം തന്നെ ഈ സിനിമയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് പറയുന്നത്. ഹൗ ഡിഡ് ക്രിസ്റ്റഫർ ലീസ് പോർട്രയൽ ഓഫ് കൗണ്ട് ഡ്രാക്കുള ഡിഫർ ഫ്രം പ്രീവിയസ് വേർഷൻസ് ഓഫ് ദ ക്യാരക്ടർ, പർട്ടിക്കുലർലി ഇൻ ടേംസ് ഓഫ് സെക്ഷുവാലിറ്റി? ക്രിസ്റ്റഫർ ലീ അവതരിപ്പിച്ചിട്ടുള്ള ഈ സിനിമയിലെ ഡ്രാക്കുള കഥാപാത്രം മുൻപുള്ള സിനിമകളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, പ്രത്യേകിച്ചും സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിൽ എന്നാണ് ചോദിക്കുന്നത്. ക്രിസ്റ്റഫർ ലീസ് പോർട്രയൽ ആഡഡ് എ ഡയമെൻഷൻ ഓഫ് ഡാർക്ക് സെക്ഷുവാലിറ്റി ബൈ പ്രസന്റിംഗ് ഡ്രാക്കുള ആസ് എ പ്രിഡേറ്ററി സെഡ്യൂസർ റദർ ദാൻ ജസ്റ്റ് എ ഗ്രോട്ടസ്ക് മോൺസ്റ്റർ. അപ്പോൾ മുൻപുള്ള സിനിമകളിലെല്ലാം തന്നെ ഡ്രാക്കുളയെ ഒരു മോൺസ്റ്റർ ആയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ക്രിസ്റ്റഫർ ലീ അവതരിപ്പിച്ചിട്ടുള്ള ഈ സിനിമയിലെ ഡ്രാക്കുള കഥാപാത്രം ഒരു പ്രിഡേറ്ററി സെഡ്യൂസർ എന്നുള്ള രീതിയിൽ കൂടി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് സ്ത്രീകളെ ഇങ്ങനെ വശീകരിച്ച് സ്വന്തം വരുതിയിലാക്കുന്ന ഒരു കഥാപാത്രം എന്നുള്ള രീതിയിൽ കൂടി ഡ്രാക്കുളയെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ആ സിനിമയിലെ രംഗങ്ങളിൽ കാണുന്നുണ്ട് ലൂസി ഡ്രാക്കുളയെ കാത്തിരിക്കുന്നത്, ഒരു കാമുകനെ കാത്തിരിക്കുന്നത് എന്ന രീതിയിലാണ്. അത്തരത്തിൽ ഒരു സെഡ്യൂസർ അല്ലെങ്കിൽ ഇങ്ങനെ സ്ത്രീകളെ വശീകരിക്കുന്ന ഒരു കഥാപാത്രം എന്നുള്ള ഒരു എലിമെന്റ് കൂടി ഈ സിനിമയ്ക്കകത്ത് ഡ്രാക്കുളയ്ക്ക് കൊടുത്തിട്ടുണ്ട്. This shift intertwines themes of power and control with a supernatural terror, making it different from previous depictions. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഈ ഡ്രാക്കുളയുടെ ഈ നീണ്ട പല്ലുകളും അതുപോലെ തന്നെ ചുവന്ന കണ്ണുകളും എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു സെക്ഷുവാലിറ്റിയുടെ എലിമെന്റ് കൂടി ഈ സിനിമയിൽ ഡ്രാക്കുളയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു മോൺസ്റ്റർ എന്നതിൻ്റെ അപ്പുറത്തേക്ക് സ്ത്രീകളെ ഇങ്ങനെ വശീകരിക്കുന്ന ഒരു കഥാപാത്രം എന്ന ഒരു രീതിയിൽ കൂടിയാണ് ഈ സിനിമയ്ക്കകത്ത് ഡ്രാക്കുളയെ അവതരിപ്പിച്ചിട്ടുള്ളത്. What thematic anxieties about gender and sexuality are explored through the character of Lucy in the film? ഇനി സിനിമയിൽ ലൂസി എന്ന കഥാപാത്രത്തിലൂടെ ജെൻഡറും സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആങ്സൈറ്റീസ് ആണ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നതാണ് ചോദിക്കുന്നത്. ലൂസീസ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു എ വാമ്പയർ റിഫ്ലെക്ട്സ് തീമാറ്റിക് ആങ്സൈറ്റീസ് അബൌട്ട് ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി ഓഫ് ദി എറ. ലൂസി വാമ്പയർ ആയിട്ട് മാറുന്ന രംഗങ്ങൾ ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് ആ ഒരു കാലഘട്ടത്തിലെ ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആങ്സൈറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലാണ്. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1958 ഈ സിനിമ പുറത്തിറങ്ങുന്നത്. സെക്കൻഡ് വേവ് ഫെമിനിസത്തിന്റെ ആരംഭമാണ്. അതായത് സ്ത്രീകൾ ഇങ്ങനെ വീടുകളിൽ ഒതുങ്ങിക്കൂടി കഴിയാതെ അവർ പുറത്തിറങ്ങാനും അത്യാവശ്യം സ്വാതന്ത്ര്യമെല്ലാം നേടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിന് ഉണ്ടാവുന്ന ഒരു ആശങ്ക ഈ ലൂസിയുടെ കഥാപാത്രത്തിലൂടെ നമ്മൾ കാണുന്നുണ്ട്. Her succumbing to Dracula's influence also makes her succumb to desire, symbolizing a loss of innocence and societal control. ലൂസി ഡ്രാക്കുളയുടെ ഇൻഫ്ലുവൻസിലാവുന്ന സമയത്ത് ലൂസി ഡിസയറിന്റെ കൂടി ഇൻഫ്ലുവൻസിലാവുന്നതായിട്ടാണ് നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൂസി ഡ്രാക്കുളയെ കാത്തിരിക്കുന്നത്, ഒരു കാമുകനെ കാത്തിരിക്കുന്നത് എന്നുള്ളത് പോലെയുള്ള ഒരു ഡിസയറോട് കൂടിയിട്ടായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമൊക്കെ നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡ്രാക്കുളയെ പോലുള്ള പല ആളുകളും അവരെ ഇങ്ങനെ വഞ്ചിക്കുകയും വശീകരിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ള ആ ഒരു മെയിൽ ഡോമിനന്റ് സൊസൈറ്റിയുടെ ആങ്സൈറ്റിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്.
ഇറ്റ് എക്സ്പ്ലോർസ് ദ സൊസൈറ്റൽ ആങ്സൈറ്റീസ് ഓഫ് ദാറ്റ് ടൈം റിഗാർഡിംഗ് ഫീമെയിൽ സെക്ഷൽ ഓട്ടോണമി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 1950s 1958-60 കാലഘട്ടങ്ങളിലുള്ള ആ ഒരു സമൂഹത്തിൽ ഇതുപോലെ സ്ത്രീകൾ ഇങ്ങനെ സ്വതന്ത്രരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രാക്കുളയെ പോലുള്ള ആളുകളൊക്കെ വന്ന് അവരെ വശീകരിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുമെന്നൊക്കെയുള്ള അവരുടെ ഒരു ആങ്സൈറ്റിയാണ് ഈ സിനിമയിൽ എക്സ്പ്ലോർ ചെയ്തതായിട്ട് നമുക്ക് കാണുന്നത്. How does the final confrontation between Van Helsing and Dracula symbolically represent the triumph of good over evil? ഇനി സിനിമയുടെ ക്ലൈമാക്സിൽ ഡോക്ടർ വാൻ ഹെൽസിങ്ങും ഡ്രാക്കുളയും തമ്മിലുള്ള ഫൈറ്റ് എങ്ങനെയാണ് സിംബോളിക് ആയിട്ട് തിന്മയുടെ മുകളിലുള്ള നന്മയുടെ വിജയമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഹെൽസിംഗ് യൂസസ് സൺലൈറ്റ് ആൻഡ് എ ക്രോസ് ടു ഡിസ്ട്രോയ് ഡ്രാക്കുള ഇൻ ദ ഫൈനൽ കോൺഫ്രണ്ടേഷൻ. ഇനി ഈ സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് ഡോക്ടർ വാൻ ഹെൽസിംഗ് ജനലിന്റെ കർട്ടൻ മാറ്റിക്കൊണ്ട് സൺലൈറ്റും അതുപോലെ തന്നെ ഒരു ക്രോസ്, ഒരു കുരിശും ഉപയോഗിച്ചുകൊണ്ടാണ് ഡ്രാക്കുളയെ നശിപ്പിക്കുന്നത്. ദ സൺലൈറ്റ്, എ സിംബൽ ഓഫ് ട്രൂത്ത് ആൻഡ് പ്യൂരിറ്റി, ഡിസ്ട്രോയിങ് ഡ്രാക്കുളാസ് ഡാർക്ക്നെസ് റെപ്രസെന്റ്സ് ദ ട്രയംഫ് ഓഫ് എ ഗുഡ് ഓവർ എവിൾ. ഇവിടെ സൺലൈറ്റ് എന്ന് പറയുന്നത്, സൂര്യപ്രകാശം എന്ന് പറയുന്നത്, വെളിച്ചം എന്ന് പറയുന്നത് നമുക്കറിയാം അത് പ്യൂരിറ്റിയുടെയും ട്രൂത്തിൻ്റെയും ശുദ്ധതയുടെയും അതുപോലെ തന്നെ നന്മയുടെയും സത്യത്തിൻ്റെയൊക്കെ പ്രതീകമാണ് വെളിച്ചം എന്ന് പറയുന്നത്. ആ വെളിച്ചം ഉപയോഗിച്ചുകൊണ്ടാണ് ഡ്രാക്കുള, നമുക്കറിയാം രാത്രി മാത്രം പുറത്തിറങ്ങുന്ന ഒരു ഇരുട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥാപാത്രമാണ് ഡ്രാക്കുള. അങ്ങനെ ഈ വെളിച്ചം ഉപയോഗിച്ചുകൊണ്ട് ഡ്രാക്കുളയുടെ ഇരുട്ടിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഈ തിന്മയുടെ മുകളിലുള്ള നന്മയുടെ വിജയം എന്നുള്ള ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. In what ways did Dracula contribute to the evolution of the Gothic horror genre in mid-20th century cinema? ഇനി ആ കാലഘട്ടത്തിലെ ഹൊറർ സിനിമകളിലേക്ക് ഈ ഡ്രാക്കുള സിനിമ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഡ്രാക്കുള മോഡേണൈസ്ഡ് ദ ഗോത്തിക് ഹൊറർ ജനർ ബൈ ഇൻട്രൊഡ്യൂസിംഗ് വിവിഡ് വിഷ്വൽസ്, ഡൈനാമിക് നരേറ്റീവ്സ് ആൻഡ് സൈക്കോളജിക്കൽ ഡെപ്ത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ വിവിഡ് വിഷ്വൽസ്, ഈ ഡ്രാക്കുളയുടെ നീണ്ടു നിൽക്കുന്ന പല്ലുകൾ, ഫാങ്സ്, അതുപോലെ തന്നെ റെഡ് ഐസ് തുടങ്ങിയിട്ടുള്ള വിഷ്വൽസ്, ഡൈനാമിക് നരേറ്റീവ്സ്. ഡൈനാമിക് നരേറ്റീവ് എന്ന് പറയുന്നത് വെറും ഒരു മോൺസ്റ്റർ ആയിട്ട് മാത്രം ഡ്രാക്കുളയെ അവതരിപ്പിക്കുന്നതിന് പകരം അതിനൊരു സൈക്കോളജിക്കൽ ഡെപ്ത്, ഒരു സെക്ഷുവാലിറ്റിയുടെ എലിമെന്റ് ഒക്കെ ഡ്രാക്കുളയ്ക്ക് കൊടുത്തിരുന്നു പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു ഡൈനാമിക് നരേറ്റീവ് എന്നിവയാണ് ഈ ഒരു സിനിമ ആ കാലഘട്ടത്തിലെ ഹൊറർ സിനിമകൾക്ക് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ. It revitalized classic horror tropes, blending themes of sexuality, morality and fear with innovative cinematography. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഇന്നോവേറ്റീവ് സിനിമോട്ടോഗ്രഫിയാണ്, ഈ പല്ലുകൾ അതുപോലെ തന്നെ ചുവന്ന കണ്ണുകൾ തുടങ്ങിയിട്ടുള്ള വിഷ്വൽ എലിമെന്റ്സ്. അതുകൂടാതെ തന്നെ വെറും ഒരു മോൺസ്റ്റർ ആയിട്ട് ഡ്രാക്കുളയെ അവതരിപ്പിക്കുന്നതിന് പകരം കുറച്ച് ഡൈനാമിക് ആയിട്ടുള്ള നരേറ്റീവ്സ് കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഈ ഒരു സിനിമ ആ കാലഘട്ടത്തിലെ ഹൊറർ സിനിമകളുടെ എവല്യൂഷൻ നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് ടെറൻസ് ഫിഷേഴ്സ് ഡ്രാക്കുള യൂസ് വിഷ്വൽ എലിമെന്റ്സ് ടു റീഡിഫൈൻ ദി ഇമേജ് ഓഫ് ദ വാമ്പയർ? ഇനി ഈ സിനിമയിലെ വിഷ്വൽ എലിമെന്റ്സ് എങ്ങനെയാണ് ആ കാലഘട്ടത്തിലെ ഡ്രാക്കുളയുടെ ഇമേജിനെ റീഡിഫൈൻ ചെയ്യുന്നത്? ഫിഷേഴ്സ് ഡ്രാക്കുള ഇൻട്രൊഡ്യൂസ്ഡ് ബോൾഡ് വിഷ്വൽ എലിമെന്റ്സ് ലൈക്ക് വിവിഡ് ബ്ലഡ് എഫക്ട്സ്, പ്രൊനൗൺസ്ഡ് ഫാങ്സ് ആൻഡ് ബ്ലഡ് ഷോട്ട് ഐസ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീണ്ടു നിൽക്കുന്ന പല്ലുകൾ, ചുവന്ന കണ്ണുകൾ, അതുപോലെ തന്നെ ബ്ലഡ് എഫക്ട്സ് എന്നിവയാണ് ഈ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള വിഷ്വൽ എലിമെന്റ്സ്. ദീസ് എലിമെന്റ്സ് ഷിഫ്റ്റഡ് ഫ്രം ദ മോർ റിസ്ട്രെയിൻഡ് പോർട്രയൽസ് ഓഫ് വാമ്പയേഴ്സ് ഇൻ ഏർലിയർ ഫിലിംസ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മുമ്പ് ഉണ്ടായിരുന്ന സിനിമകളിൽ ഇതുപോലുള്ള എലിമെന്റ്സ് ഒന്നും ഉൾപ്പെടുത്താറില്ല. സാധാരണ ഒരു രൂപമാണ് ഡ്രാക്കുളയ്ക്ക് കൊടുക്കാറുള്ളത്. ആ ഒരു രീതിയിലുള്ള ഒരു മാറ്റം ഈ സിനിമയിൽ കൊണ്ടുവന്നു. ദ ഫാങ്സ് ആൻഡ് റെഡ് ഐസ് ഹൈലൈറ്റഡ് ഡ്രാക്കുളാസ് ടെറർ ആൻഡ് പ്രെഡേറ്ററി നേച്ചർ, while the striking contrast of vibrant blood against Dracula's pale skin amplified the film's tension. അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന പല്ലുകളും ചുവന്ന കണ്ണുകളും നമുക്കറിയാം ഡ്രാക്കുളയുടെ ഒരു ടെററും പ്രിഡേറ്ററി നേച്ചറും ഹൈലൈറ്റ് ചെയ്യുന്നു. ഡ്രാക്കുള ഒരു പ്രിഡേറ്ററി നേച്ചർ, അതായത് ആളുകളെ ഇങ്ങനെ പിടിക്കാൻ പോകുന്ന ഒരു മോൺസ്റ്റർ ആണ് ഡ്രാക്കുള എന്നുള്ളതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വിഷ്വൽ എലിമെന്റ്സിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഡ്രാക്കുളയുടെ ഈ ഒരു പെയിൽ വൈറ്റ് സ്കിന്നിൽ ഈ ബ്ലഡ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതെല്ലാം ആ സിനിമയുടെ ഒരു ഭീകരത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായകമായിരുന്നു. ഫിഷേഴ്സ് റീഡിഫൈൻഡ് ദ വാമ്പയർ ആസ് എ മോർ ടെറിഫയിങ് ഫിഗർ ബൈ ഫോക്കസിങ് ഓൺ വിസറൽ ആൻഡ് ഇമ്മീഡിയറ്റ് ഇമേജറി. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ബ്ലഡ്, പല്ല് തുടങ്ങിയിട്ടുള്ള ഭയപ്പെടുത്തുന്ന ഇമേജറിയിലൂടെയാണ് ഈ വാമ്പയറിന്റെ ഒരു ഇമേജ് റീഡിഫൈൻ ചെയ്യുന്നത്. ദീസ് എലിമെന്റ്സ് ഇൻഫ്ലുവൻസ്ഡ് ഹൗ വാമ്പയേഴ്സ് വെർ ഡെപ്പിക്റ്റഡ് ഇൻ സബ്സിക്വന്റ് സിനിമ ആൻഡ് പോപ്പുലർ കൾച്ചർ. അപ്പോൾ ഈ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ വിഷ്വൽ എലിമെന്റ്സ് എല്ലാം തന്നെ പിന്നീട് തുടർന്ന് വന്നിട്ടുള്ള സിനിമകളിലും ആവർത്തിക്കുകയാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ഡ്രാക്കുള അല്ലെങ്കിൽ വാമ്പയർ എന്ന് പറയുമ്പോൾ നീണ്ടു നിൽക്കുന്ന പല്ലുകളൊക്കെ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ട്.
അപ്പോൾ അത്തരത്തിൽ ഡ്രാക്കുളയുടെ ഒരു ഇമേജ് തന്നെ ഈ സിനിമയിലൂടെ റീഡിഫൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഇൻ വാട്ട് വേസ് ഡസ് ക്രിസ്റ്റഫർ ലീസ് പോർട്രയൽ ഓഫ് കൗണ്ട് ഡ്രാക്കുള ഇൻട്രൊഡ്യൂസ് തീംസ് ഓഫ് സെക്ഷുവാലിറ്റി ആൻഡ് പവർ? ഇനി ഈ സിനിമയിൽ ക്രിസ്റ്റഫർ ലീ അവതരിപ്പിച്ചിട്ടുള്ള ഡ്രാക്കുളയുടെ കഥാപാത്രം എങ്ങനെയാണ് ഒരു മോൺസ്റ്റർ എന്നതിൻ്റെ അപ്പുറത്തേക്ക് സെക്ഷുവാലിറ്റിയുടെയും പവറിൻ്റെയും എല്ലാം തീമുകൾ അവതരിപ്പിക്കുന്നത്? ക്രിസ്റ്റഫർ ലീസ് പോർട്രയൽ ഓഫ് കൗണ്ട് ഡ്രാക്കുള ട്രാൻസെൻഡഡ് ഫ്രം എ മിയർ ഹൊറർ ഫിഗർ ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് തീംസ് ഓഫ് സെക്ഷുവാലിറ്റി ആൻഡ് പവർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്റ്റഫർ ലീ അവതരിപ്പിച്ചിട്ടുള്ള ഈ ഡ്രാക്കുള കഥാപാത്രം ഒരു ഹൊറർ ഫിഗർ എന്നതിൻ്റെ അപ്പുറത്തേക്ക് സെക്ഷുവാലിറ്റിയുടെയും പവറിൻ്റെയും എല്ലാം തീമുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ഡ്രാക്കുള ഈസ് പ്രസന്റഡ് ആസ് എ പ്രിഡേറ്ററി സെഡ്യൂസർ ഹു കൺട്രോൾസ് ഹിസ് വിക്ടിംസ്. ഡ്രാക്കുള തൻ്റെ വിക്ടിംസിനെ വെറുതെ രക്തം കുടിക്കുന്ന ഒരാളായിട്ട് മാത്രമല്ല, അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ടാണ്, അവരെ സെഡ്യൂസ് ചെയ്യുന്ന, വശീകരിച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ കാണുന്നതാണ്, ലൂസി ആണെങ്കിലും മിനയാണെങ്കിലും ഡ്രാക്കുള ഒരു തവണ കൊണ്ട് അവരുടെ ബ്ലഡ് കുടിച്ച് അവരെ കൊല്ലുകയല്ല ചെയ്യുന്നത്. ഓരോ ദിവസവും വീണ്ടും വീണ്ടും അവരിലേക്ക് വന്നുകൊണ്ട് അങ്ങനെ അവരെ തൻ്റെ കൺട്രോളിൽ നിർത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ ഒരു പ്രെഡേറ്ററി സെഡ്യൂസർ ആയിട്ടാണ് ഡ്രാക്കുളയെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഡ്രാക്കുളാസ് എബിലിറ്റി ടു കൺട്രോൾ ഹിസ് വിക്ടിംസ് സജസ്റ്റ് ദാറ്റ് ഹിസ് പവർ ലൈസ് ഇൻ ദ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ഓഫ് ഡിസയർ. ഇനി ഡ്രാക്കുള ഭയം ഉപയോഗിച്ചുകൊണ്ടല്ല തൻ്റെ വിക്ടിംസിനെ കൺട്രോൾ ചെയ്യുന്നത്, മറിച്ച് അവരുടെ ഡിസയർ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ്. ഈ ലൂസി ആണെങ്കിലും മിനയാണെങ്കിലും ഡ്രാക്കുളയെ കാത്തിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ അവരുടെ ഡിസയർ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഡ്രാക്കുള അവരെ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇറ്റ് ആഡ്സ് എ ഡയമെൻഷൻ ഓഫ് പവർ ആൻഡ് സെക്ഷുവാലിറ്റി ടു ദ സൂപ്പർ നാച്ചുറൽ ഹൊറർ. അപ്പോൾ ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊററിന്റെ കൂടെ സെക്ഷുവാലിറ്റിയുടെയും പവറിന്റെയും ഒരു തീം ഡ്രാക്കുള അവതരിപ്പിക്കുന്നു. ലൂസി ആൻഡ് മിന സക്കം ടു ഡ്രാക്കുള വിത്ത് ഡിസയർ ഇൻസ്റ്റെഡ് ഓഫ് ഫിയറിംഗ് ഹിം ആസ് എ മോൺസ്റ്റർ. ഇനി ലൂസിയും മിനയും ഡ്രാക്കുളയുടെ ഇൻഫ്ലുവൻസ് ആവുന്ന സമയത്ത് ഡ്രാക്കുള ഒരു മോൺസ്റ്റർ ആണ് എന്ന് കരുതിക്കൊണ്ട് ഡ്രാക്കുളയെ ഭയപ്പെടുന്നതല്ല നമ്മൾ കാണുന്നത്, മറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെക്കുറെ ഒരു കാമുകനെ കാത്തിരിക്കുന്നത് പോലെയാണ് ലൂസിയും മിനയും ഡ്രാക്കുളയെ കാത്തിരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇൻ ദിസ് വേ ഡ്രാക്കുള ഈസ് പ്രസന്റഡ് ആസ് എ പ്രിഡേറ്ററി സെഡ്യൂസർ ആഡിങ് തീംസ് ഓഫ് സെക്ഷുവാലിറ്റി ആൻഡ് പവർ ടു ദ ക്യാരക്ടർ. അപ്പൊ ഇത്തരത്തിൽ ഡ്രാക്കുള നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മോൺസ്റ്റർ എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രിഡേറ്ററി സെഡ്യൂസർ, ഇതുപോലെ തന്റെ വിക്ടിംസിനെ വശീകരിച്ച് തന്റെ കൺട്രോളിൽ നിർത്തുന്ന ഒരാളായിട്ട് കൂടിയാണ് ഡ്രാക്കുളയെ അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിന് സെക്ഷുവാലിറ്റിയുടെയും പവറിന്റെയും ഒരു തീം ആഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഹൗ ഡു എലമെന്റ്സ് സച്ച് ആസ് ഫാങ്സ്, ബ്ലഡ് ഷോട്ട് ഐസ് ആൻഡ് ദ യൂസ് ഓഫ് ബ്ലഡ് contribute to the film's representation of the vampire myth and its impact on popular culture? ഇനി ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള വിഷ്വൽ എലിമെന്റ്സ് എങ്ങനെയാണ് ഡ്രാക്കുളയുടെ റെപ്രസെന്റേഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അത് എന്ത് ഇമ്പാക്റ്റ് ആണ് തുടർന്ന് വരുന്ന സിനിമകളിലും മറ്റും ഉണ്ടാക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. The prominent fangs in Dracula highlighted the vampire's predatory nature, visually reinforcing the creature's capacity for violence and conception. അപ്പോൾ ഈ സിനിമയിൽ പ്രധാനമായിട്ടുള്ള ഒരു എലിമെന്റ് എന്ന് പറയുന്നത് ഡ്രാക്കുളയുടെ ഈ ഫാങ്സ് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന പല്ലുകളാണ്. നമുക്കറിയാം അതൊരു പ്രിഡേറ്ററുടെ ഒരു സിമ്പലാണ്. നമ്മൾ സിംഹം, പുലി, കടുവ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വേട്ട മൃഗങ്ങളിലാണ് ഇങ്ങനെ പല്ല് നീണ്ടു നിൽക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഡ്രാക്കുളയെ സിംബോളിക് ആയിട്ടൊരു പ്രിഡേറ്റർ ആയിട്ട് അവതരിപ്പിക്കുന്നതിന് ഈ ഒരു എലിമെന്റ് കൊണ്ട് സാധിക്കുന്നുണ്ട്. ബ്ലഡ് ഷോട്ട് ഐസ് സിഗ്നിഫൈഡ് ദ വാമ്പയേഴ്സ് ഡിസെന്റ് ഇൻ ടു മോൺസ്ട്രോസിറ്റി, എംഫസൈസിംഗ് ദ ക്യാരക്ടേഴ്സ് സൂപ്പർ നാച്ചുറൽ എവിൾ. ഇനി ചുവന്ന കണ്ണുകൾ എന്ന് പറയുന്നത് ഡ്രാക്കുള ഒരു മോൺസ്റ്റർ ആണ്, ഒരു എവിൾ ആണ്, ഒരു തിന്മ നിറഞ്ഞ ഒരു മോൺസ്റ്റർ ആണ് എന്നത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എലിമെന്റ് ആണ്. ദ ഫോക്കസ് ഓൺ ബ്ലഡ് നോട്ട് ഓൺലി ഇന്റൻസിഫൈഡ് ദ ഹൊറർ ബട്ട് സോളിഡിഫൈഡ് ദ വാമ്പയേഴ്സ് കണക്ഷൻ ടു ദ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആക്ട് ഓഫ് കൺസ്യൂമിങ് ലൈഫ്. ഇനി ബ്ലഡ് എഫക്ട്സിന് ഒരു കൊടുത്തിട്ടുള്ള ഫോക്കസിനെ കുറിച്ച് പറയുകയുണ്ടായി. പ്രത്യേകിച്ചും ഡ്രാക്കുളയുടെ ഈ പെയിൽ വൈറ്റ് സ്കിന്നിൽ ബ്ലഡ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഡ്രാക്കുള ബ്ലഡ് കുടിക്കുക എന്ന് പറയുന്നത് തന്റെ വിക്ടിംസിന്റെ ഫിസിക്കൽ അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ലൈഫ് ഡ്രാക്കുള കൺസ്യൂം ചെയ്തതിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് നമുക്ക് കാണാവുന്നത്. ദീസ് വിഷ്വൽ എലിമെന്റ്സ് പോപ്പുലറൈസ്ഡ് ബൈ ഹാമേഴ്സ് ഡ്രാക്കുള became iconic representations of the vampire, shaping the visual language of horror films for years to come. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ എലിമെന്റ്സ്, പ്രത്യേകിച്ചും ഈ ചുവന്ന കണ്ണുകൾ അതുപോലെ നീണ്ടു നിൽക്കുന്ന പല്ലുകൾ തുടങ്ങിയിട്ടുള്ള വിഷ്വൽ എലിമെന്റ്സ് എല്ലാം തന്നെ പിന്നീട് വരുന്ന ഹൊറർ സിനിമകളിലും ആവർത്തിച്ചു വരുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം,
Critically analyze how Fisher's Dracula redefined the vampire genre through its use of visual symbolism, characterization, and thematic exploration of sexuality and power. ഇനി ഈ സിനിമയിൽ ഡ്രാക്കുള എങ്ങനെയാണ് അതുവരെയുള്ള ഡ്രാക്കുളയുടെ ഇമേജിനെ റീഡിഫൈൻ ചെയ്യുന്നത് തന്നെയാണ് ചോദിക്കുന്നത്. അത് ഈ വിഷ്വൽ എലിമെന്റ്സിലൂടെയും അതുപോലെ ക്യാരക്ടറൈസേഷനിലൂടെയും എങ്ങനെ റീഡിഫൈൻ ചെയ്യുന്നുവെന്ന് നമ്മൾ നേരത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ കണ്ട ചോദ്യങ്ങൾ തന്നെയാണ് കമ്പൈൻ ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. Terence Fisher's Dracula marked a departure from earlier, more restrained depictions of vampires. ടെറൻസ് ഫിഷർ അവതരിപ്പിച്ചിട്ടുള്ള ഈ ഡ്രാക്കുള കഥാപാത്രം മുമ്പുള്ള സിനിമകളിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. മുമ്പുള്ള സിനിമകളിൽ ഒരു റിസ്ട്രെയിൻഡ് ഡിപ്പിക്ഷൻസ് ആണ്. ഇതുപോലെ ഒരു ഭീകര രൂപമായിട്ട് ഡ്രാക്കുളയെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിലൊരു മാറ്റം ഈ സിനിമയിൽ കൊണ്ടുവരുന്നു. The vivid blood effects, pronounced fangs, and Dracula's intense bloodshot eyes emphasized the vampire's seductive and menacing nature. നമ്മൾ നേരത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബ്ലഡ് എഫക്ട്സ്, അതുപോലെ തന്നെ നീണ്ടു നിൽക്കുന്ന പല്ലുകൾ, ചുവന്ന കണ്ണ് തുടങ്ങിയവയ്ക്ക് ഡ്രാക്കുളയുടെ ഒരു ഭീകര രൂപവും അതുപോലെ തന്നെ ഒരു സെഡക്റ്റീവ് ആൻഡ് മെനേസിംഗ് നേച്ചറുമെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. These visual elements were far more direct and visceral than previous depictions, using color and composition to convey the character's dangerous allure. അപ്പോൾ ഈ എലമെന്റ്സ് എല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുമ്പുണ്ടായിരുന്ന സിനിമകളിൽ നിന്ന് കുറച്ചുകൂടി ഡയറക്റ്റ് ആണ്, വിസറൽ ആണ്. അതായത് കുറച്ചുകൂടി ഒരു ഭയപ്പെടുന്ന എലമെന്റ്സ് അതിനകത്തുണ്ട്. ഈ പല്ലും അതുപോലെ ചുവന്ന കണ്ണും ഒക്കെ മുമ്പുണ്ടായിരുന്ന സിനിമകളിൽ നിന്ന് കുറച്ചുകൂടി ഈ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഇമേജ് കളറും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡേഞ്ചറസ് ക്യാരക്ടർ ആയിട്ടാണ് വാമ്പയറിനെ ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ക്രിസ്റ്റഫർ ലീസ് പോർട്രയൽ ഓഫ് കൗണ്ട് ഡ്രാക്കുള വാസ് ഗ്രൗണ്ട് ബ്രേക്കിംഗ്. He diverged significantly from earlier portrayals of the vampire as a grotesque, monstrous figure. ഇനി ക്രിസ്റ്റഫർ ലീ അവതരിപ്പിച്ചിട്ടുള്ള ഈ ഡ്രാക്കുള കഥാപാത്രം ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആണ്. അതായത് അതുവരെ ഉണ്ടായിരുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുവരെയുള്ള സിനിമകളിലെല്ലാം തന്നെ ഡ്രാക്കുളയെ ഒരു മോൺസ്റ്റർ ആയിട്ട് മാത്രമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. Rather than being a mere monstrous figure, Fisher presents Dracula as a charismatic and sexually potent character capable of seducing and controlling the women he encounters. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സിനിമയ്ക്കകത്ത് ഡ്രാക്കുളയെ അവതരിപ്പിച്ചിട്ടുള്ളത് വെറും ഒരു മോൺസ്റ്റർ ആയിട്ട് മാത്രമല്ല, മറിച്ച് ഒരു പ്രിഡേറ്ററി സെഡ്യൂസർ ആയിട്ടാണ്. സെഡ്യൂസിങ് ആൻഡ് കൺട്രോളിങ് ദ വിമൻ ഹി എൻകൗണ്ടേഴ്സ്. തന്റെ വിക്ടിംസ് ആയിട്ടുള്ള സ്ത്രീകളെ വശീകരിക്കുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രിഡേറ്ററി സെഡ്യൂസർ എന്നുള്ള ഒരു എലമെന്റ് കൂടി ഡ്രാക്കുളയുടെ ക്യാരക്ടറിനകത്ത് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. The dual nature of Lee's Dracula allowed the character to embody the themes of sexual power and dominance. അപ്പോൾ ഇത്തരത്തിൽ ഒരു മോൺസ്റ്റർ എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രെഡേറ്ററി സെഡ്യൂസർ എന്നുള്ള ഒരു എലമെന്റ് കൂടി ഡ്രാക്കുളയ്ക്ക് കൊടുക്കുന്നതിലൂടെ സെക്ഷൽ പവർ, ഡോമിനൻസ് എന്നുള്ള തീം എല്ലാം തന്നെ ഈ ഡ്രാക്കുളയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നു. His ability to dominate others, particularly the women he encounters, became a metaphor for the interplay of sexuality and control. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ കാണുന്നത് ഡ്രാക്കുള തന്റെ വിക്ടിംസ് ആയിട്ടുള്ള ഈ സ്ത്രീ കഥാപാത്രങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ്. ലൂസിയെയും മിനെയും ഇതുപോലെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ അത് സെക്ഷുവാലിറ്റിയുടെയും കൺട്രോളിന്റെയും ഒരു മെറ്റഫർ ആയിട്ട് നമ്മൾ കാണുന്നു. Dracula's bite in this context symbolized both sexual penetration and the assertion of power, challenging earlier portrayals where the vampire's bite was more a sign of monstrous predation. അപ്പൊ ഈ സിനിമയിൽ നമ്മൾ ഡ്രാക്കുളയുടെ ബൈറ്റിനെ കാണുന്നത് ഒരു സെക്ഷുവൽ ആക്ടിവിറ്റി എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ്. ലൂസിയും അതുപോലെ മിനയും ഡ്രാക്കുള വരുന്ന സമയത്ത് ഡ്രാക്കുളയ്ക്ക് ബ്ലഡ് കുടിക്കാൻ വേണ്ടിയിട്ട് തന്റെ കഴുത്ത് ഇങ്ങനെ നീട്ടി കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു കാമുകനെ സ്വീകരിക്കുന്നത് പോലെ ഡ്രാക്കുളയെ സ്വീകരിക്കുന്ന ഒരു രീതിയിലാണ് ഈ സിനിമയ്ക്കകത്ത് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരത്തില് ഡ്രാക്കുളയുടെ ബൈറ്റ് എന്ന് പറയുന്നത് വെറും ഒരു മോൺസ്റ്ററിന്റെ ബ്ലഡ് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി എന്നതിന്റെ അപ്പുറത്തേക്ക് ഒരു സെക്ഷുവാലിറ്റിയുടെയും ഒരു പവറിന്റെയും കൺട്രോളിന്റെയും ഒരു തീമുകൾ ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു. Fisher's Dracula thus redefined the vampire genre by introducing vivid visual elements and adding thematic explorations of power and sexuality beyond supernatural evil. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ ഡ്രാക്കുളയെ റീഡിഫൈൻ ചെയ്യുന്നത് കാണുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് വിഷ്വൽ എലിമെന്റ്സിലൂടെ, ചുവന്ന കണ്ണുകൾ അതുപോലെ തന്നെ നീണ്ട പല്ലുകൾ തുടങ്ങിയിട്ടുള്ള വിഷ്വൽ എലിമെന്റ്സിലൂടെയുള്ള റീഡിഫൈനേഷൻ. അതുകൂടാതെ തന്നെ ഈ ഒരു എക്സ്ട്രാ തീമുകൾ, ഒരു മോൺസ്റ്റർ എന്നതിന്റെ അപ്പുറത്തേക്ക് സെക്ഷുവാലിറ്റി, പവർ തുടങ്ങിയിട്ടുള്ള മറ്റ് തീമുകൾ കൂടി അതിനകത്ത് ആഡ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഡ്രാക്കുളയുടെ ഒരു റീഡിഫൈനിങ് ആയിട്ട് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: എക്സാമിൻ ദ പോർട്രയൽ ഓഫ് ജെൻഡർ ഡൈനാമിക്സ് ആൻഡ് ദ സബ്വേർഷൻ ഓഫ് ട്രഡീഷണൽ റോൾസ് ഇൻ ഫിഷേഴ്സ് ഡ്രാക്കുള.
How do characters like Count Dracula and Lucy reflect broader societal fears and anxieties about autonomy and control during the mid-20th century? അപ്പോൾ ഈ സിനിമയിൽ ആ ഒരു കാലഘട്ടത്തിലെ സെക്ഷുവാലിറ്റിയുമായും അതുപോലെ തന്നെ ഈ ജെൻഡറുമായും ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം സോഷ്യൽ ആങ്സൈറ്റീസ് ആണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്ന പോപ്പുലർ വാമ്പയേഴ്സിൽ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. എല്ലാ വാമ്പയർ കഥകളും ആ ഒരു കാലഘട്ടത്തിലെ സോഷ്യൽ ആങ്സൈറ്റിയുടെ അവതരണമാണ് എന്നുള്ളത് അത്തരത്തിലുള്ളൊരു ചോദ്യമാണ്. ഈ സിനിമ ഇറങ്ങിയ കാലഘട്ടത്തിലെ സോഷ്യൽ ആങ്സൈറ്റിയെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതാണ് ചോദിക്കുന്നത്. Fisher's Dracula presents a disruption of traditional gender roles, reflecting broader societal anxieties about autonomy, control, and changing power dynamics between men and women in the mid-20th century. അപ്പോൾ സിനിമ ഇറങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് 1958 ആണ്, mid-20th century ആണ്. സെക്കൻഡ് വേവ് ഫെമിനിസത്തിന്റെ കാലഘട്ടമാണ്. അതായത് സ്ത്രീകൾ ഇങ്ങനെ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതിന് പകരം അവർ പഠിക്കാനും ജോലിക്കും അതുപോലെ തന്നെ അവരുടെ ഫ്രീഡം എല്ലാം അന്വേഷിച്ചുകൊണ്ട് അവർ പുറത്തിറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീകൾ സ്വതന്ത്രരാവുന്നത് കാണുമ്പോൾ ആശങ്കപ്പെടുന്ന ഒരു പുരുഷ മേധാവിത്വ സമൂഹത്തിന്റെ ആശങ്കകളാണ് ഈ സിനിമയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നത്. Rather than being a mere monstrous figure, Dracula is presented as a sexually potent character capable of seducing and controlling the women he encounters. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വെറും ഒരു മോൺസ്റ്റർ ആയിട്ട് അവതരിപ്പിക്കുന്നതിന് പകരം തന്റെ വിക്ടിംസ് ആയിട്ടുള്ള സ്ത്രീകളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെഡ്യൂസറായിട്ട് വശീകരിച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ടാണ് ഡ്രാക്കുളയെ ഈ സിനിമയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഡ്രാക്കുളാസ് എബിലിറ്റി ടു സെഡ്യൂസ് ആൻഡ് കൺട്രോൾ ദ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഹി എൻകൗണ്ടേഴ്സ് ഇൻ ദ ഫിലിം സിംബലൈസസ് ദ ഡേഞ്ചേഴ്സ് ഓഫ് അൺചെക്ഡ് മെയിൽ ഡോമിനൻസ്. അപ്പോൾ ഡ്രാക്കുളയ്ക്ക് ഇതുപോലെ അയാൾ എൻകൗണ്ടർ ചെയ്യുന്ന ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ സെഡ്യൂസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വശീകരിക്കാനും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഇതുപോലെ ഒരു അൺചെക്ഡ് മെയിൽ ഡോമിനൻസ് പുരുഷ ആധിപത്യത്തിന്റെ ഒരു സിംബലായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇൻ ദിസ് സെൻസ് ഡ്രാക്കുള സിംബലൈസസ് മെയിൽ ഫിയർ ദാറ്റ് വിമൻ ഗെയിനിങ് ഇൻഡിപെൻഡൻസ് വിൽ റിസൾട്ട് ഇൻ സൊസൈറ്റൽ ക്യാവോസ് ഓർ ലോസ് ഓഫ് കൺട്രോൾ. അപ്പോൾ ഡ്രാക്കുള ഇവിടെ സിംബലൈസ് ചെയ്യുന്നത് ആ ഒരു കാലഘട്ടത്തിലെ മെയിൽ ഫിയർ, പുരുഷ സമൂഹത്തിന്റെ ഭയമാണ്. അതായത് സ്ത്രീകൾ ഇതുപോലെ സ്വാതന്ത്ര്യമൊക്കെ നേടിക്കൊണ്ട് പുറത്തിറങ്ങി നടക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഡ്രാക്കുളയെ പോലുള്ള പല ആളുകളും വന്നിട്ട് അവരെ വശീകരിക്കുകയും അതുപോലെ ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുമെന്നുള്ള ഒരു പുരുഷ സമൂഹത്തിന്റെ ഒരു ഭയമാണ് നമ്മളിവിടെ അവതരിപ്പിക്കപ്പെടുന്നതായിട്ട് കാണുന്നത്. ലൂസീസ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം ആൻ ഇന്നസെന്റ് ഫിഗർ ഇൻ ടു സെക്ഷുവലി ചാർജ്ഡ് വാമ്പയർ serves as a direct reflection of the cultural anxiety surrounding female sexual autonomy. അതുപോലെ തന്നെ ലൂസി ഒരു വാമ്പയർ ആയിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. തുടക്കത്തിൽ ലൂസി ഒരു ഇന്നസെന്റ് ഫിഗർ ആണ്, ഒരു നിഷ്കളങ്കയായിട്ട് ഒരു പെൺകുട്ടിയാണ്. എന്നാൽ വാമ്പയർ ആയി മാറുന്ന സമയത്ത് അവൾ സെക്ഷുവലി ചാർജ്ഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്, റൊമാൻറ്റിക് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൂസി ഡ്രാക്കുളയെ കാത്തിരിക്കുന്നത്, ഒരു കാമുകനെ കാത്തിരിക്കുന്നത് എന്ന രീതിയിലാണ്. അപ്പൊ അത്തരത്തിൽ ഈ ഒരു ഡിസയർ ലൂസിയിൽ വരിക എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിലുള്ള സോഷ്യൽ ആങ്സൈറ്റിയുടെ ഒരു സിംബലായിട്ടാണ് നമ്മൾ കാണുന്നത്. ലൂസി എംബഡീസ് ദി ഐഡിയൽ ഫീമെയിൽ ബിഫോർ ഡ്രാക്കുളാസ് ഇൻഫ്ലുവൻസ്, പ്യുവർ, ഇന്നസെന്റ് ആൻഡ് പാസീവ്. ഇനി ഡ്രാക്കുളയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നതിന് മുമ്പ് ലൂസി ഒരു ഐഡിയൽ ഫീമെയിൽ, ഒരു മാതൃകാ സ്ത്രീ എന്നുള്ള രീതിയിലാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. വളരെ നിഷ്കളങ്കയായിട്ടുള്ള, അങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ലൂസി ഉള്ളത്. ഹൗവർ, ആഫ്റ്റർ ഡ്രാക്കുളാസ് ബൈറ്റ്, she not only succumbs to Dracula's control but also to sexual desire. ഇനി ഡ്രാക്കുള അവളെ ബൈറ്റ് ചെയ്തതിനു ശേഷം അവള് ഡ്രാക്കുളയ്ക്ക് മാത്രമല്ല കീഴ്പ്പെടുന്നത്, ഡ്രാക്കുളയുടെ കൺട്രോളിൽ മാത്രമല്ല വരുന്നത്, മറിച്ച് സെക്ഷുവൽ ഡിസയറിന് കൂടിയാണ് അവൾ കീഴ്പ്പെടുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൂസി ഡ്രാക്കുളയെ സ്വീകരിക്കുകയും ഡ്രാക്കുളയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു കാമുകനെ കാത്തിരിക്കുന്നത് പോലെ ആയിട്ടാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അത്തരത്തില് ഡ്രാക്കുളയുടെ കൺട്രോളിലാവുന്ന ലൂസി സെക്ഷുവൽ ഡിസയറിന്റെ കൺട്രോളിൽ കൂടി ആവുന്ന രീതിയിലാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്റ്റെപ്പിംഗ് ഔട്ട്സൈഡ് ട്രഡീഷണൽ നോംസ് ഓഫ് പ്യൂരിറ്റി ആൻഡ് ഇന്നസെൻസ്. പ്രത്യേകിച്ചും ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങളായിട്ടുള്ള ഈ നിഷ്കളങ്കത, അതുപോലെ തന്നെ പ്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള ആ ഒരു സങ്കല്പങ്ങൾക്ക് പുറത്തു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദ ഫിലിം എക്സ്പ്ലോർസ് ദീസ് കൺസേൺസ് ത്രൂ എ സൂപ്പർനാച്ചുറൽ ലെൻസ്, using Dracula as a stand-in for the cultural unease surrounding the evolving roles of men and women in post-war society. അപ്പോൾ ഈ സിനിമയിൽ നമ്മൾ കാണുന്നത് ആ പോസ്റ്റ് വാർ സൊസൈറ്റി, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ആ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സെക്കൻഡ് വേവ് ഫെമിനിസം ഒക്കെ ഉണ്ടാവുന്ന, സ്ത്രീകൾ സ്വാതന്ത്ര്യം നേടുകയൊക്കെ ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ
ഒരു പുരുഷാധിപത്യ സമൂഹത്തിന് ഇതുപോലെ സ്ത്രീകൾ സ്വാതന്ത്ര്യമൊക്കെ നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളൊരു ആശങ്കയാണ് ഈ സിനിമയിൽ ഡ്രാക്കുളയിലൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്